നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ബീർബൽ കഥയാണ്. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പണ്ഡിതരിൽ ഒന്നാമനാണ് ബീർബൽ. അദ്ദേഹം ഒരു സാധു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. മഹേഷ് ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ അക്ബർ മഹാരാജാവ് മഹേഷ് ദാസിനെ കാണുകയും മഹേഷ് ദാസിൻ്റെ ബുദ്ധികൂർമ്മതയിൽ സംതൃപ്തനാവുകയും ചെയ്ത രാജാവ് അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിലെ സദസ്യനാക്കുകയാണ് ചെയ്തത്. പിന്നീട് ബീർബൽ എന്ന പേരിലാണ് മഹേഷ് ദാസ് പ്രസിദ്ധനായി മാറിയത്. നല്ല ഭരണാധികാരി, മികച്ച പടയാളി, പഴുതുറ്റ ന്യായാധിപൻ, സഹൃദയനായ കവി എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ബീർബൽ അക്ബറുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളാണ്. അക്ബർ മഹാരാജാവിനെ ഉപദേശിക്കാനും സഹായിക്കാനും വിമർശിക്കാനും തിരുത്താനുമൊക്കെ ബീർബലിന് സ്വാതന്ത്ര്യമുണ്ട്. ബീർബലിൻ്റെ കവിതകൾ ഇപ്പോഴും ഭരത്പൂർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ബീർബലിൻ്റെ പ്രസിദ്ധമായൊരു കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആ കഥ ഇതാണ്. ഒരു നാൾ ഒരു പക്ഷിവേട്ടക്കാരൻ അക്ബറുടെ കൊട്ടാരത്തിലെത്തി. നല്ല ഭംഗിയുള്ള, എന്തു ചോദിച്ചാലും മാതൃഭാഷയിൽ മറുപടി പറയുന്ന ഒരു തത്തയും കൊണ്ടാണ് ആ പക്ഷിവേട്ടക്കാരൻ കൊട്ടാരത്തിൽ വന്നത്. അയാളത് അക്ബർ രാജാവിന് സമ്മാനിച്ചു. അദ്ദേഹം അതിനെ ഒരു സ്വർണ്ണക്കൂട്ടിൽ അടച്ചു. വിശ്വസ്തനായ ഭടനെ വിളിച്ച് രാവും പകലും തത്തയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആജ്ഞാപിച്ചു. തത്ത മരിച്ചുപോയെന്ന് ആരെങ്കിലും തന്നോട് പറഞ്ഞാൽ അയാളുടെ കഴുത്തിൽ തല കാണില്ലെന്നും അക്ബർ രാജാവ് ഒരു മുന്നറിയിപ്പ് നൽകി. ഭടൻ കണ്ണിൽ എണ്ണയൊഴിച്ച് തത്തയ്ക്ക് കാവലിരുന്നു. 3 നേരവും പാലും വിശിഷ്ട ഭക്ഷണവും പഴങ്ങളുമൊക്കെ നൽകി അതിനെ പരിപാലിച്ചു പോന്നു. എങ്കിലും മാസങ്ങൾക്കു ശേഷം ഒരു ദിവസം തത്ത കൂട്ടിൽ ചത്തുകിടന്നു. തൻ്റെ ജീവൻ പോയത് തന്നെ എന്നു ഭടൻ ഉറപ്പിച്ചു. ഒരു ഭാഗ്യപരീക്ഷണമെന്ന നിലയിൽ ആ ഭടൻ ബീർബലിൻ്റെ സഹായം തേടി. ബീർബൽ ആ ഭടനെ സമാധാനിപ്പിച്ച ശേഷം രാജാവിൻ്റെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു: മഹാരാജ, അങ്ങയുടെ തത്ത. അപ്പോൾ രാജാവ് ചോദിച്ചു, തത്തയ്ക്ക് എന്തു പറ്റി? അക്ബർ ഉത്കണ്ഠയോടെയാണ് ചോദിച്ചത്. ഞാനതെങ്ങനെ പറയും? തത്തയൊന്നും തിന്നുന്നില്ല, ഒരിറ്റു വെള്ളം കുടിക്കുന്നില്ല, എന്തെങ്കിലും സംസാരിക്കുകയോ ചിറകനക്കുകയോ ചെയ്യുന്നില്ല. ഉടനെ തന്നെ അക്ബർ മഹാരാജാവ് പരിഭ്രമത്തോട് കൂടിനടുത്ത് ചെന്നു നോക്കിയപ്പോഴുണ്ട് തത്ത ചത്തുകിടക്കുന്നു. രാജാവിന് കോപം കൊണ്ട് വിറച്ചു. ഞാൻ പൊന്നുപോലെ നോക്കാനേൽപ്പിച്ച തത്ത ചത്തുപോയല്ലോ, എവിടെയാ ഭടൻ? രാജാവ് അലറി. അവനെ ഞാൻ. അദ്ദേഹം ഉറയിൽ നിന്ന് വാളൂരി. അപ്പോൾ ബീർബൽ പറഞ്ഞു, ക്ഷമിക്കണം മഹാരാജാവേ, അയാൾ നിരപരാധിയാണ്. തത്തയുടെ അല്പായുസ് കൊണ്ടാണ് അത് ചത്തുപോയത്. ഈ വരം ആദ്യം പറയുന്നയാളെ കൊല്ലുമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. ഇപ്പോഴത് അങ്ങ് തന്നെ പറഞ്ഞു. ബീർബൽ ഇത്രയും പറഞ്ഞപ്പോൾ അക്ബറിൻ്റെ മനസ്സു മാറി. ആ ഭടന് അക്ബർ ചക്രവർത്തി മാപ്പ് കൊടുക്കുകയും ചെയ്തു. ഇത് ബീർബലുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.